ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു ആദിവാസി യുവതിക്കുണ്ടായ ദുരനുഭവം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഗർഭിണിയായ യുവതി ചികിത്സ തേടിയുള്ള 125 കിലോമീറ്റർ യാത്രയ്ക്കിടയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആംബുലൻസിലുമായി 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും ആ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പോലും രക്ഷിച്ചെടുക്കാൻ കഴിയാതിരുന്നതും നമ്മുടെ ജനകീയ ആരോഗ്യരംഗം നേരിടുന്ന ചില ഗുരുതരമായ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. ജനകീയ ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നുള്ള പിന്നോട്ടുള്ള സഞ്ചാരമാണോ ഇത്? ഇക്കുറി ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ആദ്യം അന്വേഷിക്കുന്നത് ഇക്കാര്യമാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രസവം നടക്കുമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ആ ഡോക്ടർ നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു കുഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു കുഞ്ഞിനും കിട്ടിയാൽ മതി ഒരു സമാധാനത്തിന്. 6 വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുട്ടിയാണിത്. ഞങ്ങൾ ഈ ആദിവാസികൾ എന്താണ് ചെയ്തത് ഞങ്ങൾക്കൊന്നും അറിവില്ലായിരുന്നു. അതേ സമയത്ത് ഒരു നല്ല പണക്കാരൻ മറ്റായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു ശുശ്രൂഷ ആശുപത്രിയിൽ നിന്ന് കിട്ടുമായിരുന്നു ഞങ്ങൾക്കറിയാം. ഇത് മാനന്തവാടിക്കടുത്ത് വാളാട് എടത്തന കുറിച്ചി കോളനിയിലെ അനിതാ കൃഷ്ണൻ. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ 3 കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖത്തിലാണ് അനിത. 3 കുഞ്ഞുങ്ങൾ പിറവിയെടുത്തത് 125 കിലോമീറ്റർ വേദനാ യാത്രക്കിടയിൽ 2 ആശുപത്രികളിലും ആംബുലൻസിലുമാണ്. പനവരം എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നേ. അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ആയിപ്പോയി. പിന്നെ അവിടെ ഇറക്കി അങ്ങോട്ട് കയറ്റിയപ്പോൾ ആകുമ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥ. അങ്ങനെ അവിടുന്ന് ആദ്യത്തെ കുഞ്ഞിനെ അവിടുന്ന് പ്രസവിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ അവിടുത്തെ 2 നേഴ്സുമാർ, അവരോട് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അവിടുന്ന് അവർ 2 പേരും കൂടി കയറി ആംബുലൻസിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി അങ്ങനെ കൽപ്പറ്റി പോകും വഴി പച്ചരിക്കാണ്ട് ഇപ്പുറത്തായിട്ട് 2ാമത്തെ കുഞ്ഞിനെ വണ്ടി തന്നെ പ്രസവിച്ചു, വണ്ടി തന്നെ. പിന്നെ അതിന് ശേഷം അത് കൽപ്പറ്റ ഗവൺമെൻറ് ആശുപത്രി എത്തുമ്പോഴത്തേനും അവിടെ എത്തി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും 3ാമത്തെ കുഞ്ഞ് പ്രസവിച്ചു. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ അന്നേരം മരിച്ചുപോയി. അതിനുശേഷം ഒരു കുഞ്ഞിനെയും കൂടെ ഞങ്ങൾ കോഴിക്കോട് അമ്മേനെയും കൂടെ കോഴിക്കോടേക്ക് പോയി. അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 4 മണിക്ക് ശേഷം കുഞ്ഞ് വല്ലാത്ത അസ്വസ്ഥയായി. അങ്ങനെ 10 മണിയാകുമ്പോഴത്തേനും മരിച്ചു. കേരളത്തിൽ ഇത്തരം ദുരനുഭവം വയനാട്ടിലെ അതിസാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ളതാവാം. അല്പം സങ്കീർണമായ ഒരു പ്രസവ കേസ് പോലും കൈകാര്യം ചെയ്യാൻ ഈ ജില്ലയിൽ സൗകര്യങ്ങളില്ലാത്തതാണോ ഇതിന് കാരണം? ആദിവാസി ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് സർക്കാർ കോടികൾ ചെലവഴിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അനാസ്ഥ മാത്രമാണോ ഇതിന് പിന്നിൽ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളുണ്ട്. പക്ഷേ അത് പറഞ്ഞു തരാൻ ആരും ഒരുക്കമല്ല എന്നതാണ് സത്യം. 3 കുഞ്ഞുങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറ്റാർക്കും ഇതിൽ ഒഴിഞ്ഞു മാറിപ്പോകാൻ പറ്റില്ല. കാരണം ഒരു ഡോക്ടറുടെ മാത്രം അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ഡോക്ടർക്ക് ഡോക്ടറുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്, അത് നിർവഹിക്കേണ്ടതുമാണ്. മറിച്ച് നമ്മുടെ ഹെൽത്ത് സർവീസ് സിസ്റ്റം എങ്ങനെയാണ് ആദിവാസി ജനസംഖ്യയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആലോചിക്കേണ്ടത്. പോഷകാഹാരക്കുറവ് മുതൽ തുടങ്ങുകയാണ് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അതേസമയം ഒരു 10-30 വർഷം മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നവരും ഒക്കെ ആയിരുന്നു. പിന്നീട് നമ്മുടെ കൃഷിയും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വന്ന മാറ്റം, അത് മാത്രമല്ല ഒരു 30 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാരും സ്ത്രീകളും ഏറ്റവും അധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ കാണുന്നത്. ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് പരിഹരിക്കാവുന്നതാണോ ഈ പ്രശ്നം? മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ജോലിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തപ്പോൾ
സ്ത്രീരോഗ വിഭാഗം തന്നെ അടച്ചുപൂട്ടി. അതിനപ്പുറം ജനമനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവത്തിന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഇത്തരം സംഭവം ഉണ്ടാകുന്നു എന്നും എന്താണ് പരിഹാരമെന്നും ആഴത്തിലുള്ള ഒരന്വേഷണം നടന്നതായും ഇതുവരെ വിവരമൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ തന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ഒരു നേഴ്സാണ് ഈ പറ്റാവുന്ന തരത്തിൽ ഇതിനെ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത, അതുപോലെ ആംബുലൻസ് ഡ്രൈവർ. അപ്പോൾ ഒരു വശത്ത് ഡോക്ടറെ കുറ്റം പറയുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങളോ ഉപകരണങ്ങളോ അതിനുള്ള സൗകര്യങ്ങളോ നിലവിലില്ല എന്നുള്ളതും അത് പരിഹരിക്കപ്പെടുന്നതിന് CAG അടക്കമുള്ളവർ വളരെ ആധികാരികമായി ചൂണ്ടിക്കാട്ടിയിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇത് പരിഹരിക്കാൻ കഴിയപ്പെടുന്നില്ല എന്നുള്ളത് ഗുരുതര പ്രശ്നമാണ്. ഡോക്ടേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയേറെ രോഗികൾ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലൊക്കെ അത്രയേറെ രോഗികൾ വരുന്നുണ്ട്. ആ രോഗികളെ മുഴുവൻ ശാസ്ത്രീയമായി പരിശോധിക്കാനോ അല്ലെങ്കിൽ ചികിത്സ നിശ്ചയിക്കാനോ ഒന്നുമുള്ള ഒരു സമയം ഈ ഡോക്ടേഴ്സിനും പലപ്പോഴും കിട്ടുകയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ കോളനികളിൽ പിന്നെ നവജാത ശിശുക്കളുടെ മരണം, അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ അനീമിയ, പിന്നെ അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള വിവിധ രോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പണിയ ഊരിലോ അല്ലെങ്കിൽ കാട്ടുനായ്ക്കരുടെ ഊരിലോ പോയി നോക്കിയാൽ ഈ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ അല്ലെങ്കിൽ കുറഞ്ഞ വീടുകളുള്ളിടത്ത് പോലും പോയി നോക്കിയാൽ ഒരു 10ഓളം രോഗികളെ നമുക്ക് കാണാൻ കഴിയും ഏത് സാഹചര്യത്തിലും. ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് മാത്രം അറിയാവുന്നൊരു അവസ്ഥയാണ്. 6 മാസം പ്രായമായ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ സഹായകമാകുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു ജില്ലാ ആശുപത്രിയാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ വന്നാലും ഈ യുവതി പ്രസവിച്ചാലും ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് അയൽ ജില്ലയായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് നിലവിൽ മാനന്തവാടിയിലുള്ളത്. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം പിന്നോട്ട് നടക്കുകയാണ്. അപ്രത്യക്ഷമായ പഴയ പകർച്ചവ്യാധികളുടെ തിരിച്ചുവരവും പുതിയ പനികളുടെ കടന്നുവരവും ഇതിന്റെ സൂചനകളാണ്. പാവങ്ങളുടെ ചികിത്സാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളും അതിലുള്ള ഉപേക്ഷയും ഇതിന്റെ തന്നെ പ്രതിഫലനങ്ങളാണ്. ഇത് ആദിവാസി മേഖലയിൽ സമീപകാലത്ത് തെളിഞ്ഞു വരികയാണ്. പ്രസവത്തിന് മുമ്പ് ഈ ആദിവാസി സ്ത്രീകൾക്ക് കൊടുക്കുന്ന കെയർ എന്താണ്? കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരെ പോയി കാണുകയും സമയത്തിന് മുമ്പ് നമുക്കറിയാം പല ആദിവാസി ഈ ഊരുകളും ഒരുപാട് ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യസമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അഡ്മിറ്റ് ചെയ്ത് അവരുടെ പരിചരണം അല്ലെങ്കിൽ അവരുടെ പ്രസവ ശുശ്രൂഷ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നതിനുള്ള സംവിധാനം എന്താണ് ഒരുക്കിയിട്ടുള്ളത്? വയനാട് പോലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്, ആവശ്യത്തിന് പശ്ചാത്തല സൗകര്യമുണ്ട്, ആവശ്യത്തിന് മറ്റ് സാങ്കേതിക വിദ്യകളുടെ വികസനം ഉണ്ടായിട്ടുണ്ടോ? 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ആൾക്കാരില്ലാത്തത്, അതും കാർഡിയോതൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോരായ്മകൾ, കെട്ടിടങ്ങളുടെ അഭാവം, കിടക്കകളുടെ എണ്ണം, രോഗികളുടെ എണ്ണം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഉടൻ ചെയ്യപ്പെടേണ്ടതും മറ്റു രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടതും ഉദ്യോഗസ്ഥരുടെ അഭാവം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ചെലവാക്കിയ തുക, ഇനി ചെലവാക്കാതെ ലാപ്സായി പോകുന്ന തുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ. ഇന്ന് 2015 9-ാം മാസമാകുമ്പോഴും അന്ന് 2014 CAG റിപ്പോർട്ടിൽ പറഞ്ഞതിൽ നിന്ന് ഒരു അണുവിട പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ജില്ലയിൽ ടോട്ടൽ ഇപ്പോൾ 51ഓളം പോസ്റ്റുകൾ നിലവിൽ ജില്ലയിൽ ഒഴിവ്. 196 പോസ്റ്റ് നമുക്ക് സാങ്ഷൻ പോസ്റ്റാണ്. നിലവിൽ അനുവദിക്കപ്പെട്ട തസ്തികകൾ 196-ൽ 51ഓളം പോസ്റ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ഒഴിവുണ്ട്. അതിലേകദേശം 30ഓളം പോസ്റ്റുകൾ നമ്മുടെ 4 മേജർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് അതിൻ്റെ പരിതാപകരമായ ഒരവസ്ഥ എന്നുള്ളതാണ്. കേരളത്തെ വികസനത്തിൻ്റെ സ്വർഗമാക്കും എന്നാണ് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഏറ്റവും ചെറിയ മനുഷ്യരുടെ ചെറിയ സ്വപ്നങ്ങൾക്ക് പോലും ഇടമില്ലാത്ത നാടായി കേരളം ഒരു വശത്ത് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇത് സംവിധാനങ്ങളുടെ പ്രശ്നം എന്നതിനേക്കാൾ സമീപനത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. കേരളത്തിലെ ശിശുമരണത്തിന്റെ കണക്കുകളിലും ഇത് വ്യക്തമാണ്. അട്ടപ്പാടിയിൽ ശിശുമരണത്തെക്കുറിച്ച് സമൂഹം മുറവിളി ഉയർത്തിയപ്പോൾ സർക്കാർ ചിലതൊക്കെ ചെയ്തു.
വയനാട്ടിലും സ്ഥിതി അധികമൊന്നും വ്യത്യസ്തമല്ല. സമഗ്രമായ പരിഹാര പദ്ധതികളും അതിൻ്റെ പിഴവ് കൂടാത്ത നടത്തിപ്പും നമുക്കിന്നും സ്വപ്നം മാത്രമാണ്. ആയിരത്തി 1980 2 കോടി രൂപ മുടക്കി ഒരു ഹോസ്പിറ്റല് ഈ ആദിവാസികളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൂർനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനന്തവാടിക്കിപ്പുറത്തുള്ള നല്ലൂർനാട് എന്ന് പറയുന്ന ഒരു ബസ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിടുകയും അത് നാളിതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ വിലയേറിയ ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും വലിയ ബിൽഡിങ്ങും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അത് ഈ വയനാട്ടിലെ ആരോഗ്യ മേഖലയിൽ വയനാട്ടിൽ കാണിക്കുന്ന കെടുകാര്യസ്ഥതയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് 21ാം നൂറ്റാണ്ടിലെ കേരള യാഥാർത്ഥ്യങ്ങൾ. ജീവിതം ഇവിടെ തന്നെ ജീവിച്ചു തീർക്കേണ്ട സമൂഹങ്ങൾക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കരുതി വച്ചിരിക്കുന്നത് ഇതാണ്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെക്കുറിച്ചുള്ള കരുതലിലേക്ക് ഉയരുമ്പോഴാണ് ഒരു സമൂഹം ജനാധിപത്യ രീതികളിലേക്ക് പരിണമിക്കുക, അവകാശങ്ങളിലും കടമകളിലും. ദരിദ്രൻ്റെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവിടുന്ന നാടാണ് നമ്മുടേത്. പക്ഷേ ഈ മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വ്യാപകമാവുന്നു. കൊഴിഞ്ഞുപോകുന്ന കുട്ടികളെ തിരികെ സ്കൂളിലെത്തിക്കാൻ ഒരു ആദിവാസി പെൺകുട്ടിയും സുഹൃത്തുക്കളും നടത്തുന്ന ശ്രമങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇനി. നീ വേടത്തെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. അതുമ്പോൾ നമ്മൾ മിണ്ടാതെ അങ്ങിരിക്കും. ഇത് ശ്യാമ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തി. ഒപ്പം പഠിച്ച കുട്ടികളെല്ലാം +1 പ്രവേശനം തേടി പോയപ്പോൾ ശ്യാമ മാത്രം വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു. എന്തായിരുന്നു സ്കൂളിൽ പോവാൻ ശ്യാമയ്ക്ക് മടി? പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പഠിച്ച് ഞാൻ അടുത്ത വർഷം പോകും. കാഞ്ഞിരംകുളം GHSSലെ 10ാം ക്ലാസ്സുകാരി രാജിത പറയുന്നത് കേൾക്കൂ. ഇവർ വേടർ കുട്ടികളാണ്. അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നവരെ നല്ല പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ടിലോട്ടും പഠിക്കാത്ത കുട്ടികളെ ബാക്കിലോട്ടും നിർത്തും. കുട്ടികൾ കളിയാക്കുക. ആൺകുട്ടികളാണ് പ്രധാനമായിട്ട് കളിയാക്കുന്ന ആൺകുട്ടികളാണ്. പിന്നെ നമ്മൾ കറുത്തായതുകൊണ്ട് നമ്മളെ വിളിക്കും കരിക്കട്ടെ എന്നൊക്കെ വിളിക്കും ചിലവർ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നത് പോലെ സ്കൂളിലേക്ക് പോകാനാകുമോ എന്നാണ് രാജിതയ്ക്ക് സംശയം. പക്ഷേ പഠിക്കാനൊത്താൽ ഡോക്ടറാകണമെന്ന് ഒരു വലിയ സ്വപ്നവുമുണ്ട് ഈ പെൺകുട്ടിക്ക്. ആ സ്വപ്നം സാധ്യമാകുമോ? കാഞ്ഞിരംകുളത്തിനടുത്ത് ചാവടിമുക്ക് ദളിത് കോളനിയിൽ വയനാട്ടിലെ കനവിൽ നിന്ന് മിനി എന്ന ആദിവാസി യുവതി പറന്നെത്തിയതോടെയാണ് രാജിതയെ പോലുള്ളവരുടെ കനവുകൾക്കും ചിറകം മുളച്ചു തുടങ്ങിയത്. ദളിത് കോളനിയിലെ സുധി എന്ന സാമൂഹ്യ പ്രവർത്തകനായ സുഹൃത്തിനെ വിവാഹം കഴിച്ചാണ് മിനി ഈ കോളനിയിലേക്ക് എത്തുന്നത്. സഹായിക്കാനായി സുധിയുടെ അനുജനും നാടക പ്രവർത്തകനും കൂടിയായ സുനിയും ചേർന്നതോടെ ഗോത്രതാളം എന്ന കൂട്ടായ്മ യാഥാർത്ഥ്യമായി. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നവർ എല്ലാവരും സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെയാണ്. അതിൽ പിന്നെ 1-2 കുട്ടികൾ മാത്രമാണ് സ്കൂൾ പഠനം നിർത്തിയവരുള്ളത്. പക്ഷേ ഞാനിപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം വേണം. പിന്നെ സ്കൂളിൽ കിട്ടാത്ത പല കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങളതാണ് ഇവിടെ ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ പോവുകയും അവിടെ കോളനികൾ സന്ദർശിക്കുകയും കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്ന കുറേ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നം, വിദ്യാഭ്യാസമില്ലായ്മ, കൂട്ടായ്മയിൽ വരാൻ പറ്റാത്തത്. അതിനോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും കുട്ടികൾക്ക് പഠനം നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് ഗോത്രതാളം എന്ന് പറയുന്നൊരു പ്രത്യേകിച്ച് തന്നെ കോളനികളാണ് ഇവിടുത്തെ ഏറ്റവും കൊള്ളക്കാരുള്ളത്, കുറ്റക്കാരുള്ളത്, പ്രശ്നങ്ങൾ അവരെ കാണുന്ന ഒരു സമൂഹം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ണ് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മ കോളനിയിൽ പോകേണ്ട ആ കുട്ടികളുടെ കൂട്ടുകൂടലും ഇനി ഇവിടെ എങ്ങനെ ആയിക്കോട്ടെ കുട്ടികൾ ഇതിന് എത്ര പഠിച്ചു വന്നാലും കോളനിയിലെ കുട്ടികൾ എപ്പോഴും ഒരു മാറ്റം നിർത്തിക്കപ്പെടുന്ന ഒരു സംഭവം തന്നെ.
പരമ്പരാഗത സമ്പ്രദായങ്ങളിലൂടെ അല്ലാതെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് വയനാട്ടിൽ KJ ബേബി തുടങ്ങിയ കനവിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത്. ആ അനുഭവങ്ങളാണ് ഗോത്രതാളം എന്ന കൂട്ടായ്മയിലെത്താൻ തന്നെ സഹായിച്ചതെന്ന് മിനി. കനവിൻ്റെ തുടക്കം, കനവിൻ്റെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ചില്ല എന്ന രീതിയിലാണ് ഗോത്രതാളം എന്ന ഈ പാഠശാല ഞങ്ങൾ 3 പേരും കൂടി തുടങ്ങുന്നത്. കനവെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾ മാത്രമാണ്, അതായത് പൊതുസമൂഹം തള്ളിപ്പറഞ്ഞ കുട്ടികൾ മാത്രമാണ് അവിടെയുള്ളത്. പക്ഷേ അങ്ങനെ തള്ളി പറയുന്നത് കൊണ്ട് മാത്രം മാറി നിന്നതുകൊണ്ട് പിന്നെ നമുക്കൊരിക്കലും വളരാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും പല ജോലി മേഖലയിൽ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയാണ് ഗോത്രതാളം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ നമുക്കെല്ലാം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായാലും കലാപരമായാലും സ്പോർട്സ് പരമായാലും എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ നിന്ന് അറിവ് കിട്ടുന്നുണ്ട്. ഗോത്രതാളത്തിൽ പറഞ്ഞിട്ടുണ്ട് ആണും പെണ്ണും എന്നൊരു വ്യത്യാസമില്ല. ആണ് ചെയ്യുന്ന എന്ത് കാര്യമായാലും പെണ്ണുങ്ങൾ ചെയ്യും, പെണ്ണുങ്ങൾ ചെയ്യുന്ന എന്തായാലും ആണുങ്ങൾ ചെയ്യും. അങ്ങനെയാണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഗോത്രതാളത്തിലെത്തുന്ന കുട്ടികൾ അവർ പഠിക്കുന്ന സ്കൂളിനകത്തും പുറത്തും അവരനുഭവിച്ച തിരസ്കാരങ്ങളെക്കുറിച്ച് മിനിയോടും സുധിയോടും സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഒന്ന് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നിട്ട് അവർക്ക് പേടിയുണ്ട്. നമ്മുടെ അച്ഛനോടോ അമ്മയോടോ തുറന്ന് സംസാരിക്കാനുള്ള ഒരു പേടി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് ഗോത്രതാളത്തിൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മണി കെട്ടി കളിച്ചു നടക്കണ മഞ്ചാട്ടം ചാടണ കാളേണ് ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളേണ് ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളേന്ന് മാനത്തെ മടവില്ല് പോലെ വളഞ്ഞൊരു കൊമ്പുള്ള കാളേന്ന് ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളേന്ന് ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളേന്ന്. ക്ലാസ് മുറികളുടെ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായി പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും ഈ കുട്ടികളുടെ ലോകത്തെ അവർ തിരിച്ചറിയുന്നു. ഇവിടെ ഇത് അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവം ആവുകയാണ്. സാവാന് ആയോ പിയ മോരെ സാവാന് ആയോ സാവാന് ആയോ പനി പീനാരോയെ മാര ടാവരിയ പോ ഉബി ജൗധാരെ ബാദരെ ഓ പനിരോ ബരസാദേ മാര രാമരേ. ആദ്യം സുനിയാണ് മിനി ശേഷി നമുക്ക് പാടിത്തരും. പിന്നെ നമ്മൾ അതിന് കൂടെ പാടി പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പാടും. ഞങ്ങളിവിടെ വരുന്നത് നമുക്ക് സ്കൂളിലെന്ന് പറയുമ്പം ഒരു ടീച്ചർമാർ തന്നെ ടെസ്റ്റിലുള്ള വിഷയം മാത്രം പഠിപ്പിക്കും. പക്ഷേ ഗോത്രതലത്തിൽ അങ്ങനെയല്ല. ആദ്യം നമ്മുടെ നാണം മാറ്റാൻ വേണ്ടിയാണ് ആ ചേട്ടൻ നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്തത്. അങ്ങനെ നമ്മൾ ഈ ഗോത്രതാളത്തിൻ്റെ പേരിൽ നമ്മൾ ഈ കൂട്ടായ്മ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. പാട്ടും നൃത്തവും നാടകവും കഥപറച്ചിലും പുസ്തക വായനയും ഒക്കെയായി സാന്ദ്രയും ജിഷ്ണുവും ഉൾപ്പെടെയുള്ള 15 കുട്ടികൾ ഇപ്പോൾ തിരക്കിലാണ്. ഈ കൂട്ടായ്മയുടെ തണലിലൂടെ കടന്നുപോകുന്ന ഈ കുട്ടികൾ പഴയതുപോലെയാവില്ല ലോകത്തെ കാണുക. ലോകം അവരെ കാണുന്നതും മുമ്പത്തെ പോലെയാവില്ല. എല്ലാവരും അവയവങ്ങൾ ദാനം ചെയ്യുന്ന നാടായി മാറാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലാനോട് ഗ്രാമം. 25 വർഷം മുമ്പ് വൃക്കദാനം ചെയ്ത PJ ജോസഫ് എന്ന മനുഷ്യനാണ് ഈ ശ്രമത്തിന് പ്രചോദനമായത്. ഈ കാലഘട്ടത്തിൽ ഒരു നാട് അവയവദാന ഗ്രാമമായതിൽ എന്താണ് കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടാകും. കല്ലാനോടിനെ അവയവദാന ഗ്രാമമാക്കിയതിന് പിന്നിൽ ഒരാളുണ്ട്, PJ ജോസഫ് എന്ന മനുഷ്യസ്നേഹി.
25 വർഷം മുൻപാണ് ജോസഫ് തന്റെ വൃക്ക ആരെന്നറിയാത്ത ഒരാൾക്ക് പകുത്തു നൽകുന്നത്. 1990-ൽ അവയവദാനത്തെക്കുറിച്ച് ഭയത്തോടെ മാത്രം കേട്ടിരുന്നവർക്കും നോക്കിക്കണ്ടിരുന്നവർക്കും മുന്നിലേക്ക് ജോസഫ് ഒരു മാതൃക തുറന്നു വയ്ക്കുകയായിരുന്നു. വൃക്കദാനം ചെയ്യുന്നത് ജീവൻ അപഹരിക്കുമെന്ന് പേടിക്കുന്നവർക്ക് മുന്നിൽ ജോസഫ് ഉണ്ട്. ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട്. ആരെങ്കിലും ഓ പോസിറ്റീവുകാർ വൃക്ക രണ്ടും തകരാറിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ 72 പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് ക്ഷീണിതനായ ഒരു രോഗിക്കാണ് ഞാൻ എൻ്റെ കിഡ്നി ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ വെല്ലൂർ CMCയിൽ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി ആ കിഡ്നി കൊടുത്തു. ജോസഫിനെ നാട് തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കല്ലാനോട് മാറുകയായിരുന്നു, നന്മയിലേക്കുള്ള പാത വെട്ടിക്കൊണ്ട്. രക്തദാനത്തിൻ്റെ പ്രവർത്തനം നടന്നുവന്ന് കഴിയപ്പം ഏത് ഭാഗത്തോടെയെന്ന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ചോര വരുന്നുണ്ട്, ചോരയെന്ന് മാത്രമേ എന്നെ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് കിഡ്നി കൊടുത്ത ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ വൃക്കച്ചാട്ടൻ ഇതായിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മാറി കേട്ടോ, എല്ലാവരും ആദരവോടുകൂടിയാണ് എന്നെ കാണുന്നത്. അതൊരു വലിയൊരു എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ജോസഫിന്റെ വൃക്കദാനത്തിന്റെ 25ാം വർഷമാണ് കല്ലാനോടിനെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമായി പ്രഖ്യാപിക്കുന്നത്. ഈ കാലഘട്ടം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ ഏറ്റെടുക്കുകയും വളരെ എളുപ്പത്തിൽ ആളുകളെ ബോധവൽക്കരിക്കാനും ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മുന്നിൽ നിൽക്കാൻ 15 പേരടങ്ങിയ ഒരു സ്വയം സഹായ സഹകരണ സംഘം, പിന്തുണയുമായി ഒരു കൂട്ടം നല്ല മനുഷ്യരും. ഇതിനകം 1500 പേർ സമ്മതദാനപത്രം ഒപ്പിട്ട് നൽകി കഴിഞ്ഞു. അവയവം മുറിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയത്തിൻ്റെ മേഖലയുണ്ട്. അവരെല്ലാം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും, അതായത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ കൂടിയുണ്ട്, പാപ്പൻചേട്ടനെ ചൂണ്ടിക്കാണിച്ചു. 25 വർഷം മുമ്പ് ഇത് കിഡ്നി ദാനം ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു കുഴപ്പം കൂടാതെ ജീവിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കൊരു ആളുണ്ട് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കുന്നു. അത് വലിയൊരു വിജയമായിട്ട് കാണുന്നു. ഇന്നിപ്പോൾ കല്ലാനോട്ടുകാരോട് ചോദിച്ചാൽ അവരെല്ലാം ഒരൊറ്റ ശബ്ദത്തിൽ പറയും, പറ്റുമെങ്കിൽ എൻ്റെ വൃക്ക നിങ്ങൾ പകുത്തെടുത്തോളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിനേക്കാൾ വലിയൊരു പ്രതിഫലമായിട്ടാണ് ഞാനും കാണുന്നത്. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. വീട് കയറി ബോധവൽക്കരണം നടത്തി ഫോമുകൾ വിതരണം ചെയ്തായിരുന്നു തുടക്കം. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും സഹായത്തിനുണ്ടായിരുന്നു. പാപ്പൻചേട്ടൻ ഇത് കൊടുത്തു എന്നറിയുകയും ഇത്ര വർഷം ഒരു കുഴപ്പമില്ലായിരിക്കുകയും ചെയ്തപ്പോൾ തന്നെ ആൾക്കാർക്കെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പുള്ളി കണ്ട് ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ജോസഫിനറിയാം. അതുകൊണ്ട് തന്നെ ജോസഫും കൂട്ടുകാരും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ. നന്ദി, നമസ്കാരം. अयो न करे रे 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 यो न करे रे रे